അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ്. ബഹുമാനപ്പെട്ട മോമിനീങ്ങളെ, പ്രത്യേകിച്ച് SKSF കൊടക് ജില്ലാ ഇബാദിലെ പ്രവർത്തകരെ, വളരെ നല്ല സാമൂഹിക അല്ലെങ്കിൽ ദീനീ ദഅവത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രവർത്തന മേഖലയിലെ SKSF ഇബാദ് എന്നുള്ളത് കൊടക് ജില്ലയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇബാദ് ഒരാത്മീയ സംഘടനയാണ്. പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഹിദായത്തിൻ്റെ വഴികൾ കാണിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗം, ദൈവത്തിൻ്റെ വഴികൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അതിലൂടെ ധാരാളം ആളുകൾ ഹിദായത്തിൻ്റെ വഴി കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. പല രൂപത്തിലുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇബാദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഘടകമാണ് കൊടക് ജില്ല ഇബാദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇനിയും വളരെ ഉന്നത വിജയത്തിലേക്ക് അല്ലാഹു എത്തിച്ചു തരുമാറാവട്ടെ. മോമിനീങ്ങളെ, പരിശുദ്ധ ബഹുമാനാദരവ് നൽകപ്പെടുന്ന നാമേവരും നെഞ്ചിലേറ്റിയ പരിശുദ്ധ റമദാനിൻ്റെ പകുതി മുക്കാൽ ഭാഗവും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. ഇനിയൊരു കാൽഭാഗം, അതായത് ഇതിൻ്റെ അവസാനത്തെ എന്ന് പറയുന്ന അവസാനത്തെ 10 മാത്രം ഞങ്ങളിൽ ബാക്കിയിരിക്കുകയാണ്. ഈ അവസാനത്തെ 10 അള്ളാഹുവിനോട് കാരുണ്യം മുഴുവനും ചോദിച്ച്, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കരുണയും അള്ളാഹുവിനോട് ചോദിച്ച് രണ്ടാമത് അള്ളാഹുവിനോട് ജീവിതത്തിൽ വന്നുപോയ സകലമാന തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിച്ചുകൊണ്ട് അതൊക്കെ ക്ലിയറായതിന് ശേഷം അള്ളാഹുവിലേക്ക് ഞങ്ങൾ ഇനി നിൻ്റെ അരികിൽ നിന്ന് നമുക്ക് വേണ്ടത് നരകമോചനമാണ്. നരകമെന്ന് പറയുന്ന മഹാമാരി, ഈ കൊറോണയല്ല, അതിനേക്കാളും വലിയ മഹാമാരിയാണ് നരകം. നരകമെന്ന് പറഞ്ഞാൽ വസീഖല്ലദീന കഫറു ഇലൽ ജഹന്നമ സുമറ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നോക്കിയാൽ കാണാം. പരിശുദ്ധമായ ഈ റമദാനിൽ നരകമോചനത്തെക്കുറിച്ച് ചോദിക്കാൻ അള്ളാഹു പറയാൻ തന്നെ കാരണം അത് ഭയാനകമാണ്. ആ നരകമെന്നുള്ളത് ജഹന്നം എന്ന നരകത്തിലേക്കാണ് വലിച്ചു കൊണ്ടുപോകുക. ജഹന്നം എന്ന് പറഞ്ഞാൽ വലിയ ഭയാനകമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിൻ്റെ അരികിൽ വന്നപ്പോൾ നബി തങ്ങൾ ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീലെ, നീ നരകത്തെക്കുറിച്ച് എനിക്കൊന്ന് വർണ്ണിച്ചു തരുമോ എന്ന്. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ അല്ലാഹു സൃഷ്ടിക്കുകയും അതിനെ 1000 കൊല്ലം കത്തിക്കുകയും ചെയ്തു. കത്തിച്ച് ഒരു ചുവന്ന നിറമായി. അങ്ങനെ വീണ്ടും അതിനെ കത്തിച്ചു 1000 കൊല്ലം. അങ്ങനെ അത് വെളുത്ത നിറമായി മാറി. വീണ്ടും അതിനെ കത്തിച്ചപ്പോൾ അത് കറുത്ത നിറമായി മാറി. അങ്ങനെ ഇരുട്ടുള്ള രാത്രി പോലെ കറുകറുത്തതായ ഒരു നരകമായി മാറുകയാണ്. ഒരിക്കലും അതിൻ്റെ ആളൽ ഒരിക്കലും കെട്ടുപോകൂല എന്നാണ്. അത്രയ്ക്കും ഭയാനകമാണ് ആ നരകമെന്നുള്ളത്. വീണ്ടും പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ മാലിക് അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ മാലിക് അലൈഹിസ്സലാമിൻ്റെ അരികിൽ പോയി, ഒരൽപ്പം തീ എനിക്ക് തരണം, ആദം നബി അലൈഹിസ്സലാം എനിക്ക് ഭക്ഷണം പുഴുങ്ങിയുണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ മാലിക് അലൈഹിസ്സലാം ചോദിക്കുന്നു, ജിബ്രീലെ, നിനക്ക് എത്രയാണ് വേണ്ടത്? ജിബ്രീൽ പറഞ്ഞു, എനിക്കൊരു കാരക്കയുടെ പൊളിയുടെ കഷ്ണം എനിക്ക് മതിയെന്ന് പറഞ്ഞപ്പോൾ, ഒരു കാരക്കയുടെ കണക്കത്ര മതിയെന്ന് പറഞ്ഞപ്പോൾ മാലിക് പറഞ്ഞു, ഞാനെങ്ങാനും അത് തരികയാണെങ്കിൽ ആകാശഭൂമികൾ മുഴുവനും കത്തിച്ചാമ്പലായി പോകും, അത്ര നിനക്ക് തന്നാൽ. അപ്പം ജിബ്രീൽ പറഞ്ഞു, എനിക്കതിൻ്റെ പകുതി തന്നാൽ മതിയായിരുന്നു. അപ്പോൾ മാലിക് അലൈഹിസ്സലാം പറഞ്ഞു, നീ അത് കൊണ്ടുപോയി, നിനക്ക് ഞാൻ പകുതി തരുമായിരുന്നെങ്കിൽ ആകാശത്തിൽ നിന്ന് ഒരു മഴ പോലും ഭൂമിയിലേക്ക് ഇറങ്ങുകയോ ഭൂമിയിൽ ഒരു സസ്യം പോലും മുളക്കുകയോ ചെയ്യില്ല. അത്രയ്ക്കും ഭയാനകമാണ് കാരക്കയുടെ ഒരു പകുതി ഭാഗം. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു, ഇലാഹി, എൻ്റെ പടച്ചവനെ,
കമ്മാഹിദു മിനന്നാർ, നരകത്തിൽ നിന്ന് ഞാൻ എത്രയാണ് പിടിച്ചെടുക്കേണ്ടത്? അല്ലാഹു തആല പറഞ്ഞു, ഒരു ചെറിയ കടുകുമണിയുടെ അത്ര മാത്രം പിടിച്ചെടുത്താൽ മതിയെന്ന്. അങ്ങനെ അത് പിടിച്ചെടുക്കുകയും അതിനെ 70 വട്ടം കഴുകുകയും 70 നദികളിലായി 70 വട്ടം കഴുകി അങ്ങനെ ആദം നബി അലൈഹി സ്വലാമിൻ്റെ അരികിൽ കൊണ്ടുവന്ന് അതൊരു പർവ്വതത്തിൻ്റെ മുകളിൽ വെക്കുകയും ആ പർവ്വതം പൊട്ടിക്കരയുകയും ചെയ്തു എന്ന് പറയുകയാണ്. അങ്ങനെ അതിൻ്റെ പർവ്വതങ്ങളിൽ നിന്നുള്ള കനൽ തീകൾ മുഴുവനും പാറിപ്പറക്കുകയും അതിൻ്റെ പുക മാത്രം കല്ലിൽ അവശേഷിക്കുകയും ചെയ്തു. ആ ഒരു പുകയാണ് ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന നരകം എന്ന് പറയുന്നു. അതുകൊണ്ട് അത്രയ്ക്കും ഭയാനകമാണ് നരകം എന്ന് പറഞ്ഞാൽ. അള്ളാഹു നരകത്തെ തൊട്ട് നമ്മളെ എല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതുകൊണ്ടാണ് അവസാനത്തെ 10 അള്ളാഹുവിനോട് നരകമോചനം ചോദിക്കാൻ തന്നെ പറയാൻ കാരണം. നരകമെന്ന് പറഞ്ഞാൽ പല രൂപത്തിലുമുണ്ട്. 7 രൂപത്തിലാണുള്ളത്. അവ്വലുഹ അസ്സഈർ എന്നാണ്. ഫസുഹ്കല്ലി അസ്ഹാബി സഈർ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് കളവാക്കുന്ന ആളുകൾക്ക്, ജീവിതത്തിൽ എപ്പോഴും കളവ് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കുള്ളതാണ് സഈർ എന്ന് പറയുന്ന നരകം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ റമദാൻ കഴിയലോടുകൂടെ ജീവിതത്തിൻ്റെ പല രൂപങ്ങളിലും സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും ഒരു മാറ്റമുണ്ടാവൽ അത്യാവശ്യമാണ്. മറ്റൊന്ന് ദർക്കത്തുൻ ലദീ താരിഖ് സ്വലാത്ത്, നിസ്കാരം ഉപേക്ഷിച്ചവർക്കുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞു, കല്ലാ ഇന്നഹാ ലളാ നസ്സാഅത്തുൻ ലിശ്ശബാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ലള എന്ന് പറഞ്ഞാൽ നിസ്കാരം ഉപേക്ഷിച്ചവർക്കുള്ള ഒരു നരകമാണ് അത്. മൂന്നാമത്തത് സക്കർ എന്ന് പറയുന്ന ഒന്നാണ്. സക്കർ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അനിൽ മുജ്രിമീന മാ സലക്കക്കും ഫീ സക്കർ ഖാലു ലം നകും മിനൽ മുസല്ലീൻ വലം നകും നുതീമുൽ മിസ്കീൻ എന്ന് പറയുന്നു. അപ്പം രണ്ടാമത്തത് സക്കാത്ത് കൊടുക്കാത്തവർക്കും, നിസ്കരിക്കാത്തവരല്ല, രണ്ടാമത്തത് സക്കാത്ത് കൊടുക്കാത്തവർക്കാകുന്നു. മൂന്നാമത്തതാണ് നിസ്കരിക്കാത്തവർക്കുള്ളത്. പാവപ്പെട്ട മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാതെ അല്ലെങ്കിൽ നിസ്കരിക്കാതെ ജീവിക്കുന്ന ആളുകൾക്കുള്ളതാണ് സക്കർ എന്ന് പറയുന്നത്. അള്ളാഹു നമ്മളിതിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നാലാമത്തെ ജഹീം എന്ന് പറയുന്ന നരകമാണ്. ജഹീം എന്ന് പറഞ്ഞാൽ ദുന്യവിയായ ജീവിതത്തെ തിരഞ്ഞെടുക്കുകയും അതായത് ജീവിതത്തിൻ്റെ ഐഹിക സുഖങ്ങൾക്ക് വേണ്ടി ശാശ്വതമായ പരലോകത്തെ മറക്കുന്ന ആളുകൾക്കുള്ളതാണ്. അമ്മാമൻ തഗ വ ആഥറൽ ഹയാത്ത് ദുന്യ ഫൈനൽ ജഹീമ ഹിയൽ മഅ്വ എന്ന് പറയുന്ന ആയത്തതാണ്. അഞ്ചാമത്തത് ജഹന്നം എന്ന നരകമാണ്. ജഹന്നം എന്ന് പറഞ്ഞാൽ വൈന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ എന്നാണ് പറയപ്പെടുന്നത്. ആറാമത്തത് ഹാവിയ എന്നാണ്. ഹാവിയ എന്ന് പറഞ്ഞാൽ ഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന നരകമാണ്. ഏഴാമത്തത് ഹുതമ എന്നാണ്. അത് നമ്മാമീങ്ങൾക്കുള്ളതാണ്, നമീമത്ത് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കുള്ളതാണ്. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ എന്ന് പറയപ്പെടുന്നു. അപ്പം അത്രക്കും ഭയാനകമാണ് ഈ നരകം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നരകമോചനം ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. വലിയ ഭയാനകമാണ്. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിനാണ് ഈ അവസാനത്തെ 10 ഉപയോഗിക്കേണ്ടത്. ഈ രാത്രികളിൽ പ്രധാനപ്പെട്ട ഒരു രാത്രിയുണ്ട്, ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു രാത്രിയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒരു പരിശുദ്ധ അധ്യായം തന്നെ ഈ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില മഹാന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ലൈലത്തുൽ ഖദർ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിച്ചു ലൈലത്തുൽ ഖദർ എന്താണെന്ന്. പരിശുദ്ധ റമദാനിൽ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഒരൽപ്പ ദിവസത്തിന് ശേഷം ചോദിച്ചു റമദാനിൽ എപ്പോഴാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അവസാനത്തെ 10 പ്രതീക്ഷിച്ചോ എന്ന്. കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവസാനത്തെ 10 ഏത് ദിവസങ്ങളിലായിരിക്കും നബിയെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ ദേഷ്യം പിടിക്കുകയും മുഖം ചുവന്ന നിറമാവുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു തആല അത് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് നേരത്തെ അതിനെക്കുറിച്ച് വിശദീകരിച്ച് തരുമായിരുന്നു. ഏതായാലും ഇനി അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കരുത്. അവസാനത്തെ ഒറ്റയിട്ട രാത്രികളിൽ നിങ്ങളത് പ്രതീക്ഷിച്ചോ എന്ന് പറയുന്നുണ്ട്. 50-ലധികം അഭിപ്രായങ്ങളുണ്ട് എന്നാണ് ഈ ലൈലത്തുൽ ഖദറിനെ കുറിച്ച്. അല്ലാഹു തആല ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലെ നിർണായക ദിവസമാണ് അന്നത്തെ ദിവസം. 83 വർഷവും 4 മാസവും
ഒറ്റയടിക്ക് ഒരു ഇബാദത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു പ്രതിഫലമാണ് അത്. അതുകൊണ്ട് അത്രക്കും വലിയൊരു പ്രതിഫലം ലോകത്തൊരു മനുഷ്യനിക്ക് അള്ളാഹു നൽകിയിട്ടില്ല എന്നാണ്. ലോകത്തൊരു മനുഷ്യനിക്ക് അള്ളാഹു നൽകിയിട്ടില്ല അത്രയും വലിയ പ്രതിഫലം. 83 വർഷവും 4 മാസവും ഇബാദത്ത് ചെയ്ത കൂലിയാണ് ഒറ്റ ഒരു രാത്രിയിൽ അള്ളാഹു നമുക്ക് നൽകുന്നത്. അത് കരഗസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് അവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.